അല്ലാഹു സുബ്ഹാനഹു വ തആല 67-ാം അധ്യായത്തിലെ 24-ാം വാക്യത്തിലായി ഒരു പ്രധാനപ്പെട്ട ഉണർത്തലാണ് നടത്തുന്നത്. ഖുൽ നബിയെ തങ്ങൾ പറയുക, ഹുവ അവൻ അല്ലദീ ഒരുത്തനാണ്, ദറഅക്കും നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ച് പരത്തിയവനാണവൻ. ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിക്കുകയും അവരെ പെരുപ്പിക്കുകയും ചെയ്തത് അല്ലാഹുവാണ്. ആ പ്രഖ്യാപനത്തിന് ശേഷം അതിന്റെ ആ അവസാന ഭാഗം അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് വഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. ആ ഭൂമിയിൽ നിങ്ങളെ അല്ലാഹു ആണ് കൊണ്ടുവന്നത്, എന്നിട്ട് പെരുപ്പിച്ചത്, പരത്തിയത്. ഇനി അവസാനം അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. വല്ലാത്തൊരു ചിന്തോദ്ദീപകമായ പ്രസ്താവനയാണ്. ഭൂമിയിൽ പരത്തി പെരുപ്പിച്ചു. ഇവിടെ ആരുണ്ടായിരുന്നില്ലല്ലോ, മനുഷ്യരാരുണ്ടായിരുന്നില്ല. ആദ്യത്തെ കണ്ണി അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാം. ഒരാളിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് ഭൂമിയിൽ ഏകദേശം 800 കോടി ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇന്ന് ഈ ഭൂമിയിൽ ഒരാളിൽ നിന്ന് തുടങ്ങിയിട്ട് 800 കോടിയാക്കിയത് അല്ലാഹുവാണ്. പല നിലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചു. ആണും പെണ്ണും ഇല്ലാതെ അല്ലാഹു സൃഷ്ടിച്ചു ആദം നബി അലൈഹിസ്സലാം. ആണും ഇല്ല പെണ്ണും ഇല്ല, അല്ലാഹു കൊണ്ട് സൃഷ്ടിച്ചു മണ്ണ്. പിന്നെ ആണില്ലാതെ സൃഷ്ടിക്കപ്പെട്ടു പെണ്ണിനെ, ഹവ്വാ ബീവി. ഹവ്വ എന്ന് പറഞ്ഞാൽ തന്നെ ജീവനുള്ള ഒരു ശരീരത്തിൽ നിന്ന് പിടിക്കപ്പെട്ടത് കൊണ്ടാണ് ഹവ്വ എന്ന പേര് വന്നത്. പെണ്ണിന്റെ പേര് മർഅത്ത് എന്നാണ്. പെണ്ണിന് നൽകപ്പെട്ട ഒരു പ്രയോഗം മർഅത്ത്. അത് മർഇൽ നിന്ന് പിടിക്കപ്പെട്ടതുകൊണ്ടാണ്. മർഅ് മനുഷ്യനാണ്. ആദ്യം അല്ലാഹു തആല ആണും പെണ്ണും ഇല്ലാതെ ഒരാളെ സൃഷ്ടിച്ചു മണ്ണിൽ നിന്ന്. പിന്നെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ആദം അലൈഹിസ്സലാമാകുന്ന ആണിൽ നിന്ന് പെണ്ണില്ലാതെ പെണ്ണിനെ സൃഷ്ടിച്ചു. ആണ് മാത്രമുണ്ട്, പെണ്ണില്ല. ക്ലോണിങ്, ഒരു ഏകദേശ ക്ലോണിങ്. കാരണം മനുഷ്യ ശരീരത്തിന്റെ സെല്ലെടുത്തിട്ടല്ല ക്ലോണിങ് ചെയ്യല്. ഇവിടെ ആദം അലൈഹിസ്സലാമിന്റെ ശരീരത്തിലെ സെല്ലെടുത്തുകൊണ്ടാണ് ഹവ്വാ ഉമ്മയെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. അപ്പൊ ക്ലോണിങ് ഒക്കെ വേണമെങ്കിൽ ആകാമെന്ന് അല്ലാഹു തആല തന്നെയാണ് ആദ്യം തെളിയിച്ചത്. പക്ഷെ നമ്മളോട് അല്ലാഹു തആല പറഞ്ഞത് ക്ലോണിങ് ചെയ്യാനല്ല, കല്യാണം കഴിച്ചിട്ട് മക്കളുണ്ടാക്കാനാണ്. ഇനി ലോകത്തെ ഏതെങ്കിലും ഒരു ശാസ്ത്ര പുരോഗതിയിൽ അക്കാലത്ത് മണ്ണിൽ നിന്നും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടാൽ തന്നെ നമുക്ക് അത്ഭുതമില്ല. നമുക്ക് പറയാം അത് ആദ്യം അല്ലാഹു തആല ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം ആദ്യത്തെ മനുഷ്യൻ ആണും പെണ്ണില്ലാതെ വന്ന ആളാണ്, മണ്ണിനാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ മനുഷ്യരാശി എത്തി നിൽക്കുന്നത് 800 കോടിയാണ്. ഒരാളിൽ നിന്ന് തുടങ്ങിയിട്ട് 800 കോടിയായി. പുൽ നബിയെ തങ്ങൾ പറയുക, ഹുവല്ലദീ ദറഅക്കും ഫിൽ അർളി, ഈ 800 കോടിയെ ഭൂമിയിൽ പെരുപ്പിച്ച് ഉണ്ടാക്കി പരത്തിയത് പടച്ചോനാണ്. വഇലൈഹി, അവനിലേക്കാണ് തുഹ്ശറൂൻ, നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം. തുഹ്ശറൂൻ, നിങ്ങൾ മടക്കപ്പെടുന്നത് അവനിലേക്കാണ്. പല സ്ഥലങ്ങളിലും അല്ലാഹു പറയുന്നുണ്ട് ഈ തുഹ്ശറൂൻ, തുർജഊൻ. പല സ്ഥലങ്ങളിൽ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന ഇലൈനാ ഹിസാബഹും. പല സ്ഥലത്തും ഖുർആന്റെ അവസാനം തന്നെ ഇത് ഓർമ്മപ്പെടുത്തിയിട്ടാണ്. അവസാനത്തെ ആയത്ത് ഏതാണ്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോ, ശ്രദ്ധിച്ചോ, പരിഗണിച്ചോ. ഇത് പറയാത്ത ആയത്തുകൾ വളരെ കുറവാണ്. എന്നിട്ട് മടങ്ങിയിരുട്ടോ, ഭൂമിയിൽ കൊണ്ടുവന്ന അള്ളയാണ്, അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകും. വല്ലാത്തൊരു സംഗതിയാണ്, അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകും. സുബ്ഹാനല്ലാഹ്. ഒരാളിൽ നിന്ന്, ഒരാളുമില്ലാത്ത ശൂന്യമായ ഭൂമിയിൽ നിന്ന് ആണും പെണ്ണുമില്ലാതെ ഒരാളെ സൃഷ്ടിച്ചു. പിന്നീട് പെണ്ണില്ലാതെ മറ്റൊരു സ്ത്രീയെ സൃഷ്ടിച്ചു. പിന്നെ അവ രണ്ടിൽ നിന്നുമായി. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ
ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒറ്റ ശരീരത്തിൽ നിന്നാണ് നിങ്ങളെല്ലാം അല്ലാഹു സൃഷ്ടിച്ചത്. അവനെ നിങ്ങൾ ഭയപ്പെടുക. വബസ്സ മിൻഹുമാ, അതാണ് ഈ പറയുന്നത്. വബസ്സ മിൻഹുമാ, പിന്നെ ആ രണ്ട് ഇണകളിൽ നിന്നായി പടച്ചവൻ പരത്തി റിജാലൻ കസീറൻ വനിസാഅ, ധാരാളം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പരത്തി. അതന്നെ ഇവിടെ പറയുന്നത്. ഖുൽ ഹുവല്ലദീ ദറഅകും ഫിൽ അർളി, ഭൂമിയിൽ സൃഷ്ടിച്ച് പരത്തി പെരുപ്പിച്ച പടച്ചവന്, ആ പടച്ചവൻ ഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. മടക്കപ്പെടുന്ന അല്ലാഹുവിലേക്കാണ്. സ്വഹാബാക്കൾ ഇത്തരം ആയത്തുകൾ കേട്ടാൽ ചിലർ ബോധം കെട്ട് വീഴും. മടക്കപ്പെടുന്ന അല്ലാഹുവിലേക്കാണ് കേൾക്കുമ്പോഴേ നിലവിടും. ഒരിക്കല് മഹാനരായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രിയില് വിശപ്പിന്റെ ഊക്ക് കൊണ്ട് പുറത്തിറങ്ങിയതാണ്. തിന്നാലേറ്റ്. അപ്പൊ വയറ്റത്ത് ഒരു കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. അത് അറബികളുടെ അന്നത്തെ ഒരു സ്വഭാവമായിരുന്നു. വയറ്റത്ത് ഇങ്ങനെ വിശപ്പ് കൂടിയാൽ കല്ല് വെച്ച് കെട്ടുക എന്നുള്ളത്. ഇങ്ങനെ ഇറങ്ങി നടന്നപ്പോ കുറച്ചപ്പുറത്ത് വേറെ ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോയി നോക്കുമ്പോ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, അവരുടെ വഫാത്ത് സംഭവിച്ച മാസമാണ് ഈ മാസം. അള്ളാഹു അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരെ ബർക്കത്തോണ്ട് അള്ളാഹു ഞങ്ങൾ നന്നാക്കി തരട്ടെ. അപ്പോ ഇങ്ങനെ കറങ്ങി നടക്കണ ആ സ്ഥലത്തേക്ക് മുൽഖത്താവ് മെല്ലെ നീങ്ങി. അവ നോക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ്, നിങ്ങൾ എന്താ ഈ സമയത്ത് പുറത്തിറങ്ങി നടക്കണം എന്ന് വെച്ചു. നിങ്ങൾ എന്തിനാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് വെച്ച്. അപ്പൊ മുൽഖത്താവ് ഷർട്ട് പൊന്തിച്ചു കൊടുത്തു. ഞാൻ വിശന്നിട്ട് വീട്ടിൽ കിടക്കാൻ കഴിയാത്തോണ്ട് പുറത്തിറങ്ങിയതാണ്. അപ്പൊ സിദ്ദീഖ് എന്നവര് കുപ്പായം പൊന്തിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു കല്ലിൽ വെച്ച് കെട്ടിയത്, ഞാൻ രണ്ട് സൈഡിൽ രണ്ടെണ്ണം വെച്ചിട്ടിരിക്കുന്നത്. ഞാൻ മര്യാദക്ക് തിന്നിട്ട് ദിവസങ്ങളായി. ആ രാത്രിയിലെ അപ്പൊ രണ്ടാളും കൂടി ഇങ്ങനെ കറങ്ങാണ്. അപ്പൊ കുറച്ചപ്പുറത്തുണ്ട് വേറെ ആളങ്ങനെ നടക്കണം. രണ്ടാളും കൂടി പോയി നോക്കി ആരായിരിക്കും അത്. നോക്കുമ്പോ സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമയോട് ഇവർ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഈ അസമയത്ത് എന്താണ് മുത്തുനബിയെ അങ്ങ് കറങ്ങുന്നത്? അപ്പോഴാണ് ചോദിച്ചത്, അബൂബക്കറേ ഉമറേ, നിങ്ങളെ എന്തിനാണ് പുറത്തിറങ്ങിയത്? അതേ കാരണം തന്നെയാണ് ഞാനും പുറത്തിറങ്ങിയത്. വീട്ടിൽ അടുപ്പിൽ പുക ഉണ്ടായിട്ട് ദിവസങ്ങളായി, ഞാൻ അന്നം കഴിച്ചിട്ട് ദിവസങ്ങളായി. നിങ്ങളുടെ രണ്ടുപേരുടെയും വയറ്റില് ഒന്നും രണ്ടും കല്ലുകളാണ് വെച്ച് കെട്ടിയതെങ്കിൽ എന്റെ വയറ്റിൽ ഞാൻ വിശപ്പിന്റെ ഊക്ക് കൊണ്ട് കെട്ടിയത് 3 കല്ലുകളാണ് അബൂബക്കറേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 കല്ല് വെച്ചിട്ട് ഉറക്കം കിട്ടാതെ വിശന്നിട്ട് നാട്ടിലൂടെ പാതിരാവിനെ പകലാക്കി കറങ്ങിയ ആളുടെ പേരാണ് മുഹമ്മദ് മുസ്തഫ. തിന്നാനാണ് ഈ ലോകത്തേക്ക് നമ്മൾ വന്നതെങ്കിൽ അല്ലാഹുവിൽ ഏറ്റവും കൂടുതൽ തിന്നാൻ കൊടുക്കേണ്ടത് ഈ ആൾക്കാണ്. സുബ്ഹാനല്ലാഹ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കേട്ടോ. 3 ആളും കൂടി നേരെ പോയി അബൂതല്ലത്തുൽ അൻസാരിയുടെ വീട്ടിലെത്തി. ആർക്കും വലിയ ഈത്തപ്പഴത്തോട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടും. ചോദിക്കാനൊട്ട് പറ്റൂല. വീട്ടിലെത്തിയപ്പോ അബൂതല്ലത്തുൽ അൻസാരിക്ക് വലിയ സന്തോഷമായി. നല്ല അതിഥിയല്ലേ കിട്ടിയത്. ഈ ലോകത്ത് ഇതിനേക്കാളും വലിയൊരു അതിഥി ഇല്ല. മുഹമ്മദ് മുസ്തഫ വന്നിരുന്ന പാട് തൽക്കാലം തിന്നാൻ വേണ്ടി ഈത്തപ്പനൊരു കൊലട്ട് കൊടുത്തു. ഇത് ഒന്ന് പഴുത്ത നോക്കിയിട്ട് പൊട്ടിച്ച് നോളി. ആട്ടുകുട്ടിനെ അറുത്തിട്ട് ഇപ്പൊ ഇറച്ചി കൊണ്ടുവരാറ്. സുബ്ഹാനല്ലാഹ്, അവരൊക്കെ ഒരു ഭാഗ്യല്ലേ. ഇറച്ചും പത്തിരി ആണേനുമ്പോ തൽക്കാലം ഒന്ന് വേറെ ശരിയാൻ വേണ്ടി ഈത്തപ്പഴത്തിന്റെ കൊല പിടിച്ചിട്ടുണ്ട്. തൽക്കാലം നിന്നോളി, ഞാൻ ആട്ടുകുട്ടിനെ അറുത്തിട്ട് ഇപ്പൊ കൊണ്ടുവരാറ്. അപ്പൊ ആ ഈത്തപ്പഴത്തിന്റെ കൊല അങ്ങനെ മുന്നിൽ വെച്ചല്ല, അതിന് ഓരോ ചൊള അങ്ങനെ തിന്നു. 3 പേരിങ്ങനെ തിന്നു. പിന്നെ വന്നു പത്തിരി ഇറച്ചിയൊക്കെ വന്നു. നന്നായി തിന്നു. വിശന്ന് കിടക്കല്ലേ. ഒക്കെ തിന്നിട്ട് ആ പാത്രത്തിന്റെ സുപ്രയിൽ ഇരുന്നിട്ട് ഉമ്മർ ഖത്താബിനോട് അള്ളാഹു റസൂലുള്ളാഹി, ഉമറേ, ഇതാണ് ശരി, ഉമറേ, വയറ് നിവർത്താൻ വഴിയില്ലാത്തോണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ട് പട്ടിണിന്റെ ഊക്കോണ്ട് വീട്ടിൽ കിടന്ന് ഉറക്കം കിട്ടാത്തോണ്ട്
ഈ രാത്രിയിൽ പുറത്തിറങ്ങി നടന്ന ആളുകളാണ് നമ്മൾ മൂന്നാളും. ഇപ്പൊ വിഭവസമൃദ്ധമായ ആഹാരം നൽകി അല്ലാഹു തആല നമ്മുടെ വയറൊക്കെ നന്നായിട്ട് നിറച്ച്. ഉമറേ, ഇത് നാളെ പടച്ചവന്റെ കോടതിയിൽ അവൻ ചോദിക്കുന്നതാണ്. ഉമറേ, വിശന്ന് പൊരിഞ്ഞ നിങ്ങൾക്ക് ഞാൻ സുഭിക്ഷമായ ഭക്ഷണം നൽകി വയറ് നിറച്ചില്ലേ, അതിനെ നന്ദി രേഖപ്പെടുത്തിയോ എന്ന് മഹ്ശറിൽ വെച്ച് പടച്ചവൻ കൃത്യമായി ചോദിക്കുന്നതാണ്. ഉമറേ എന്ന് അള്ളാന്റെ റസൂൽ അങ്ങ് പറയേണ്ട താമസം മുമ്പിലുണ്ടായിരുന്ന ഈത്തപ്പഴത്തിന്റെ കൊലയെടുത്ത് ഉമറങ്ങ് താഴേക്ക് എറിയുകയാണ്. മുന്നിൽ ഈത്തപ്പഴത്തിന്റെ ഒരു കൊലുണ്ട്, ഒരൊറ്റ. ഇമാമിയങ്ങൾ ഈ സംഭവത്തെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി നബില ചെയ്ത് അതപകടല്ലേ എന്നാണ്. തിന്നാൻ കൊടുന്ന ഈത്തപ്പഴത്തിന്റെ കൊലെടുത്തിട്ട് താഴത്ത് കയറിയാൻ പാടുണ്ടോ? അതിന് തങ്ങളെ മുമ്പിൽ അതപകടല്ലേ അത്? അവിടെ ചില മഹാന്മാര് പറയുന്നുണ്ട്, അതപകടല്ല, നിങ്ങൾ അള്ളാഹിലേക്ക് മടക്കപ്പെടും. അവിടെ വെച്ചുകൊണ്ട് ഈ തിന്നാൻ തന്നത് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും എന്ന് കേട്ടപ്പോ ഉമർ ഖത്താബിന്റെ ബാലൻസ് പോയതാണ്. ചിന്തിക്കാണ്ട് അരിച്ച് കയറി തരിച്ചങ്ങോട്ട് കയറിയപ്പോ ഉമർ ഖത്താബ് കുട്ടികളെ പോലെ ഈ ബാലൻസ് ആണ്ട് പോയി. ബാലൻസ് പോയാ പിന്നെ നമ്മൾ ചെയ്യണ എന്താന്ന് പറയാൻ പറ്റില്ലല്ലോ. വഫാത്തായിന്ന് കേട്ടപ്പോ വാളൂരിയ ആളാണിത്. അള്ളാന്റെ റസൂൽ വഫാത്തായിന്ന് കേട്ടപ്പോഴേ ഉറയുന്ന വാള് കണ്ടൂരി. മേലാൽ പറഞ്ഞാൽ കഴുത്തിയാൻ പറ്റുന്ന അങ്ങനെ പറയാൻ പാടുണ്ടോ? പക്ഷെ ബാലൻസ് പോയ എന്ത് ചെയ്യും? മനുഷ്യന് ബാലൻസ് പോണ ചില സമയം ഉണ്ടാവും. അപ്പൊ പിന്നെ അള്ളാഹിനോർത്ത് പേടിച്ചിട്ട് പിന്നെ ചെയ്യണത് ഫിഖഹിന്റെ ഹുക്കുമിൽ വരൂല. ചിലപ്പോ റസൂലുള്ളാഹി നബിയിൽ കൊലെടുത്തിട്ട് ഒറ്റ എറിയല. കാരണം ആഖിറം കണ്ട് ഓർമ്മ വന്നു, പടച്ചോനെ നരകം കണ്ട് തലേക്ക് തള്ളിക്കേറി. എന്താണ് ഇതിന് മറുപടി പറയാ എന്ന് ചിന്തിച്ചിട്ട് ഉമർ ഖത്താബ് സമനില തെറ്റിപ്പോയി. അവരെ സമനില തെറ്റുന്ന ആയത്തുകളായിരുന്നു ഇതൊക്കെ. ഖുൽ ഹുവല്ലദീ ദറഅകും ഫിൽ അർളി വഇലൈ. ഒരു ഓർമ്മ ഉണ്ടായാൽ മതി. ഞാനൊക്കെ ഒരു പരിപാടി പോകുമ്പോഴേ എന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടുതരുന്ന ആള്, കാസർഗോഡ് എവിടാന്ന് തോന്നുന്നുണ്ട്, വിട്ടുതരുന്ന ആള് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഉസ്താദ് ട്രെയിന് വരാൻ 3/4 മണിക്കൂറുണ്ടല്ലോ, ഞാൻ നിങ്ങളൊരു സ്ഥലത്തൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് വലിയ കൊട്ടാരൊക്കെയാണ് കെട്ടിക്കുന്നത്. ഭയങ്കര കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊട്ടാരം, ഭയങ്കര കൊട്ടാരം, എത്ര കോടിക്കണക്കിന് ഉറുപ്പിന്റെ കൊട്ടാരം. അയാൾ അതിന് ഭക്ഷണമൊക്കെ തന്നിങ്ങനെ ട്രെയിന് കയറ്റാൻ കൊണ്ടുപോകുമ്പോഴേ ഒരു വാഴത്തോട്ടത്തിനുള്ളത് പോയി. വാഴത്തോട്ടത്തിനുള്ളിൽ പോയപ്പോ അവിടെ ഉണ്ട് ചെറിയൊരു കൊച്ചു കൂര, ഒരു ചെറിയ വീട്, ഓടിട്ടൊരു വീട്. എന്നിട്ട് വണ്ടിന്ന് ഇയാളിങ്ങനെ കരഞ്ഞു. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഇയാളെ ഇതിൽ ബന്ധപ്പെട്ട ആൾക്കാർ മരിച്ചു പോയിട്ട് അവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ഓടക്കെട്ട് ശരിയാക്കിയായിരിക്കും ഞാൻ കരുതിയത്. ഉമ്മാനോർത്ത് ഉപ്പാനോർത്ത് കരഞ്ഞായിരിക്കും ഞാൻ കരുതിയത്. എന്താ നിങ്ങൾ ആ ചെറിയ വീട് നോക്കിയിട്ട് കരയണമെന്ന് വെച്ചാൽ, സാറേ 8 കൊല്ലം മുന്നേ പോരാതായിരുന്നു. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടവരാണ്, തിന്നാൻ വകയില്ല, കഞ്ഞിക്ക് വകയില്ല. ഒരു വേള എന്റെ വാപ്പിയും ബന്ധപ്പെട്ടവരൊക്കെ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചവരാണ്. പിന്നെ അല്ലാഹു തആല ഞങ്ങൾക്ക് ദുനിയാവ് തുറന്നു. ഇപ്പൊ പണത്തിന് യാതൊരു പഞ്ഞുമില്ല. പല സ്ഥലത്തും എനിക്ക് കടണ്ട്, ഗൾഫില് ഇപ്പൊ നല്ല പൈസ ഉണ്ട്. അപ്പൊ ഞാൻ ഇടക്കിടക്ക് വന്നിട്ട് ഈ പുര നോക്കിയിട്ട് ഇങ്ങനെ കരയും. അള്ളാഹു ചെയ്തെന്ന് നിയമത്ത് മതി, ഒരു ഓർമ്മ ഉണ്ടായാൽ മതി. ഈ പാലക്കാട് ജില്ലയിൽ നാസിർ മാനുക്ക് ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആള്. അയാളെ വാപ്പ ഓലമേഞ്ഞ വീടിന്റെ മേലിന് താഴത്തേക്ക് ചാടാൻ നിന്നതാണ്, പട്ടിണി കിടന്നിട്ട്, കുട്ടികളെ പോറ്റാൻ പകല്ലേറ്റ്. വീടിന്റെ മുകളിൽ പോയിട്ട് താഴത്തേക്ക് ചാടിയല്ലോ എന്ന് കരുതിയ ആളാണ് അയാളെ വാപ്പ. അത് അയാൾ പറയും ചെയ്യും. ഈ ഒരു ഓർമ്മ നമുക്കുണ്ടാവണം. ഓർമ്മ ഉണ്ടെങ്കിൽ അള്ളാഹു തന്ന നിയമത്താണെന്നുള്ള ബോധം ഉണ്ടാവും. അപ്പൊ ശുക്ർ ചെയ്യും. ശുക്ർ ചെയ്താൽ പേടിക്കണ്ട. ശുക്ർ ഇല്ലേ വൈലൈതു ശറൂൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. അപ്പൊ അള്ളാഹു തആല കൈകാര്യം ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ശുക്ർ ഉണ്ടെങ്കിൽ കുഫർ ഉണ്ടാവില്ല എന്ന് സ്ഥാപിക്കലാണ്. ശുക്ർ ഉണ്ടെങ്കിൽ കുഫർ ഉണ്ടാവില്ല. ശുക്ർ വേണം. ശുക്ർ ഉണ്ടെങ്കിൽ ലഇൻ ശകർതും ലഅസീദന്നകും, അല്ലാഹു തആല വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ശുക്ർ ഇല്ലെങ്കിലോ താറുമാറാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട്
ഖുൽ ഹുവല്ലദീ ദറാക്കും ഫിൽ അർളി വഇലൈഹി തുശ്ശറൂൻ. ശൂന്യമായ ഭൂമിയിൽ നിന്ന് ഒരാളിലൂടെ പടച്ച് 800 കോടിയാക്കി മനുഷ്യവംശത്തെ ഈ ഭൂമിയിൽ പെരുപ്പിച്ച് പരത്തിയത് പടച്ചവനാണ്. വഇലൈഹി തുശ്ശറൂൻ. എല്ലാവരുടെയും മടക്കം അല്ലാഹുവിലേക്കാണ്. ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഘട്ടങ്ങളാണ്. പറഞ്ഞ് വീണ സമയത്ത് കാലടിച്ചുകൊണ്ട് കരഞ്ഞ് പാല് കുടിച്ചത് മുതൽ, പിന്നെ വളർന്നു വന്ന് സ്കൂളിലും മദ്രസയിലും പോയ കാലം മുതൽ എത്ര സുഹൃത്തുക്കളാണ്, എത്ര സൗന്ദര്യങ്ങളാണ്, എത്ര സൗകര്യങ്ങളാണ്, എത്ര കളിക്കൂട്ടുകാരാണ്. അവരിൽ പലരും ഇന്ന് ഭൂമിയിലില്ല, ഖബറിന്റെ അടിയിലാണ്. ഇനി എത്രയാണ് മൗത്തിന്റെ മുമ്പ് എന്റെ ജീവിത ഘട്ടങ്ങൾ എന്ന് പറയാൻ പറ്റുകയില്ല. ഓരോ ഘട്ടങ്ങളിലൂടെ കാലമാകുന്ന വണ്ടിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ്. എപ്പോഴാണ് അസ്റായീൽ അലൈഹിസ്സലാമാകുന്ന പോലീസുകാരൻ കൈ നീട്ടുക എന്നറിയില്ല. കൈ നീട്ടിയാൽ ഉടനെ ബ്രേക്ക് ഇട്ടുകൊണ്ട് കാലമാകുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങി മയ്യത്ത് കട്ടിലാകുന്ന വണ്ടിയിൽ കയറി ഖബറാകുന്ന ഇരുട്ടറയിൽ ബർസഖി വിശ്രമത്തിൽ പോയി കിടന്ന് ഒരു വിളംബരത്തോടെ വിളിനാദത്തോടെ മഹ്ശറക്ക് വേണ്ടി എണീറ്റ് വഇലൈഹി തുശ്ശറൂൻ. പിന്നെ അല്ലാഹുവിന്റെ കോടതിയിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഇതോർത്താൽ ജീവിതം നന്നായി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. നമ്മളെ കുട്ടികളെ, മദ്രസയിലെ കുട്ടികളെ പരിപാടിയൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് വേഗം വരേണ്ടി വന്നോണ്ട് ഞാൻ അവർക്ക് നന്ദി പറഞ്ഞിട്ടില്ല. നല്ല പരിപാടിയായിരുന്നു അല്ലേ? എന്താ നിങ്ങൾ ഉണ്ടാത്തത്? നല്ല പരിപാടി ആയിരുന്നില്ലേ കുട്ടികൾക്ക്? പഠിച്ചോനെ, കുട്ടികൾക്ക് നല്ല പരിപാടി അല്ലായിരുന്നില്ലേ? നല്ല ഉഷാറ് പരിപാടി. അവർക്കത് കോച്ചിങ് കൊടുത്ത ഉസ്താദന്മാര്, നമ്മള് ഷരീഫ് അഷ്റഫി അടക്കം, പ്രത്യേകിച്ച് മദ്രസയിലെ സദർ അടക്കം എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ മക്കളൊക്കെ അല്ലാഹു തആല നല്ല മക്കളാക്കട്ടെ. ദീനും ദുന്യാവും അങ്ങനെ വേണം. ദീനും ദുന്യാവുള്ള മക്കളാക്കട്ടെ. സമുദായത്തിനും മതത്തിനും കുടുംബത്തിനും ഉപകാരമുള്ള മക്കളാക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇന്ന് മക്കളൊക്കെ താളം തെറ്റണമെന്ന് പറഞ്ഞാൽ വളരെ അപകടാട്ടോ. അപ്പൊ ഞാനിപ്പോ രാവിലെ ക്ലാസ്സിന് പോകുന്നുണ്ട് വടകര ഭാഗത്തേക്ക്. എന്തിനാ പോണ കാര്യങ്ങള്? ലഹരി കൂടിയിട്ട് ചെറിയ ചെറിയ മക്കൾ വരെ, മദ്രസ പഠിക്കുന്ന മക്കൾ വരെ കഞ്ചാവിന്റെ ആളുകളാണ്. അങ്ങനെ ഡേറ്റ് കൊടുത്തിട്ട് പോവാണ് ഇപ്പൊ ഇന്ന് രാവിലെ. അപ്പൊ അത് ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് മാത്രമല്ല, വ്യാപകമാണ്. അതുകൊണ്ട് മക്കളൊക്കെ ഇത്തരം നല്ല നല്ല കാര്യങ്ങളിലും ഉസ്താദന്മാരായിട്ടും സ്ഥാപനമായിട്ടും ബന്ധപ്പെട്ട് പിടിച്ചു നിർത്തി കൊണ്ടുവന്നാൽ മക്കള് നല്ലവരാവും. അല്ലെങ്കിൽ മക്കളെ കൊണ്ട് നമ്മൾ നാളെ നരകത്ത് പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമീനായ അല്ലാഹുവേ, പാവങ്ങളായ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. പറഞ്ഞതും കേട്ടതും വീഴ്ചകൾ പുറത്തു പരിഹരിച്ച് വലിയ അമലായി സ്വീകരിച്ചുകൊണ്ട് ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഹൃദയങ്ങളെ നിന്നിലേക്ക് നീ തുറന്നു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഹൃദയങ്ങളിൽ നിന്നോടുള്ള ബന്ധവും പ്രേമവും സ്നേഹവും അടുപ്പവും നിന്നെ ചിന്തിച്ചുകൊണ്ടുള്ള തപിക്കുന്ന കൽബും ഒലിക്കുന്ന കണ്ണും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മുമ്പിൽ കൃത്യമായി പിടികൂടപ്പെടുമ്പോൾ, ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ശുക്ർ കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ശരീരത്തിൽ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഉള്ളിൽ നീ ആത്മാവിന് റൂഹിന് റബ്ബേ ഈമാനിന്റെ ആനന്ദം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ശിർക്ക് കുഫ്ർ നിഫാഖ് റിയാ സുജ്ബ് അദാവത്ത് ശഹവത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ ശരീരങ്ങളെ അറ്റാക്ക്, ക്യാൻസർ, കിഡ്നി വീക്ക്, സ്ട്രോക്ക്, പന്നിപ്പനി, പക്ഷിപ്പനി, എലിപ്പനി, ഡെങ്കിപ്പനിയിൽ നിന്ന്, കൊറോണ, ഒമിക്രോൺ പോലെയുള്ള വകഭേദ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, പെടുന്നനെ മരിപ്പിക്കല്ലേ അല്ലാഹ്.
ഒരുക്കമില്ലാത്ത മരണത്തിൽ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ബിസിനസ്സുകാരുണ്ട്, അവരെ ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കൂലിപ്പണിക്കാരുണ്ട്, അധ്വാനത്തിലും വിയർപ്പിലും ബറക്കത്ത് നൽകണേ അല്ലാ. പ്രവാസികളുണ്ട്, എല്ലാ സൗകര്യവും എല്ലാ സ്വസ്ഥതയും അവർക്ക് പ്രയാസങ്ങൾ നീക്കിക്കൊടുത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. രോഗങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, കടക്കണിയിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. ദീനിനു വേണ്ടി സ്നേഹിക്കുന്നവരുണ്ട്, ദഅവത്തിന് വേണ്ടി താങ്ങും തണലുമായി കൂടെ നിൽക്കുന്നവരുണ്ട്, വ്യക്തിപരമായ കാര്യങ്ങളിൽ തന്നെയും സഹകരിക്കുന്നവരും സഹായിക്കുന്നവരും സന്തോഷിപ്പിക്കുന്നവരും സേവനം ചെയ്യുന്നവരുമുണ്ട്. എല്ലാം അറിയുന്ന നാഥാ, പകരമായി ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയി ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കളുണ്ട്, ഗുരുനാഥന്മാരുണ്ട്, കൂടെ പഠിച്ചവരുണ്ട്, ഞങ്ങളെ പഠിപ്പിച്ചവരുണ്ട്, ഞങ്ങളിൽ നിന്ന് പഠിച്ചവരുണ്ട്, അയൽവാസികളുണ്ട്, കുടുംബക്കാരുണ്ട്. അല്ലാ, പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത് എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഖബർ സ്വർഗവും സന്തോഷവും ആക്കണേ അല്ലാ. ഇടയിലുള്ള വിടവിൽ ഇന്നല്ലെങ്കിൽ നാളെ ഖബറാകുന്ന കുഴിമാടത്തിലേക്ക് പാവങ്ങളായ ഞങ്ങൾ മൂക്കിലൽപ്പം പഞ്ഞുമായി ഇറങ്ങി വരുമ്പോ നീ ഞങ്ങളെ മുത്തക്കൈങ്ങളുടെ സൽക്കാരം കൊണ്ടും ആതിഥേയത്വം കൊണ്ടും അനുഗ്രഹിക്കണേ അല്ലാ. ഈ മഹല്ലിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലാക്കണേ അല്ലാ. ദഅവത്തിന്റെ പ്രകാശ പ്രസരണത്തിന് ഭാഗ്യം നൽകണേ അല്ലാ. ചെറുപ്പക്കാർക്ക് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അവരെയും ഞങ്ങളെയും ലഹരിയിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഇസ്രായേലിനെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഫലസ്തീനിനെ നീ വിജയിപ്പിക്കണേ അല്ലാ. വിജയപേരി പൂർണ്ണമായി മുഴക്കി കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഉമ്മമാര് രോഗം പിടിച്ച് ദുആക്ക് പ്രേരിപ്പിച്ച മക്കളുണ്ട്, അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഭാര്യമാർക്കുള്ള രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീക്കിക്കൊടുക്കണേ അല്ലാ. മത്സ്യബന്ധനത്തിന് കടലിൽ പോയി പ്രയാസപ്പെടുന്നവരും കടം കൊണ്ട് വലഞ്ഞവരുമുണ്ട്, നീ സലാമത്തിന്റെ ബാബ് തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبه يا رب العالمين. ഇന്നലെ ഉസ്താമാർക്കും കുട്ടികൾക്കൊക്കെ ഭക്ഷണം നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരാള് 2 ദിവസം മുമ്പ് മരിച്ചുപോയി. അവർക്ക് ഖബറിനെ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ആരും ദ്വാരക മാറിയിട്ടൊന്നുമില്ലല്ലോ അവിടെ.